ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. അവിടെ നിന്നും ശാന്തകുമാർ, ഈ അനന്തുവിന്റെ മരണത്തിൽ ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF-ന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ലക്ഷ്മി, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന അതാണ് ഇന്നലെ അപകടം നടന്ന വെള്ളക്കട്ട എന്നുള്ള പ്രദേശം. ആ പ്രദേശത്തെ പന്നികളുടെ ശല്യമുണ്ട് എന്നുള്ളത് പ്രദേശത്ത് വാസികൾക്ക് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട്. ഇത് പലതവണ ഇത്തരം പരാതികളൊക്കെ ഉന്നയിച്ചിട്ടും പഞ്ചായത്ത് ഒരു നടപടിയെടുത്തില്ല. അതായത് പഞ്ചായത്തിന് ഈ പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന്, കൊലപ്പെടുത്തി പിടികൂടുന്നതിനുള്ള അനുമതിയുണ്ട്. അത് ആവശ്യാനുസരണം നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ LDF-ന്റെ CPM-ന്റെ ആരോപിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഒരു വലിയ സമരത്തിലേക്ക് ഉൾപ്പെടുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ LDF-ന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ സമരത്തിന് നേതൃത്വം നൽകാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിന് തന്നെയാണ് CPM ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതേ സമയം തന്നെ UDF KSEB-യുടെ ഓഫീസിലേക്ക് അവരുടെ KSEB-യുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് മാർച്ച് നടന്നത്. അത്തരം LDF-നെ പ്രതിരോധിക്കുന്ന വഴികളിലൂടെ UDF ശ്രമിക്കുമ്പോൾ അവയെല്ലാം ഒരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് വഴിക്കടവ് പഞ്ചായത്തിന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ ഒരു പ്രതിഷേധ സമരത്തിനാണ് ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സാക്ഷ്യം വഹിക്കുന്നത്. ലക്ഷ്മി, ചോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചൂടേറിയ വിഷയമാവുകയാണ്. ഭരണ പ്രതിപക്ഷങ്ങൾ ഈ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ LDF-ന്റെ പ്രതിഷേധ മാർച്ചാണ്. കാരണം പഞ്ചായത്താണ് അവിടെ നടപടിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ ആ പഞ്ചായത്തിൽ പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഈ രീതിയിൽ പന്നിശല്യം ഉണ്ടാകുമ്പോൾ അതിനെ കൊല്ലേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സംസാരിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു. മനുഷ്യ ജീവന് ഭീഷണിയായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാം, പക്ഷേ അത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിന് എതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ വന്യജീവി വിഷയം ഈ വിഷയത്തിൽ ഉയർത്തിയ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ LDF-ന്റെ ഈ ഒരു പ്രചാരണം തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ ആ വിഷയം ഏതായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.